SCERTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റിലെ ഡേസി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ 1ാം ടേം മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളടങ്ങിയ ഈ വീഡിയോയിലേക്ക് ലതാ സെജു വേൾഡിൻ്റെ സ്വാഗതം. ഡേസി ചെടി എന്ന ഈ പാഠഭാഗത്തെ ടേം മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ അടങ്ങിയ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ചെയ്യണേ. കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഈ കഥ നിങ്ങളെ മറ്റൊരു കഥ തയ്യാറാക്കുക എന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് സ്വന്തം കഥ വികസിപ്പിക്കുക, ചെറിയ ക്ലൂ തന്നിട്ട് നിങ്ങൾ അതിൻ്റെ കഥ വികസിപ്പിക്കുക എന്നൊരു പ്രവർത്തനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു കഥയായതുകൊണ്ടും ഒരുപാട് ഈ തീമുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. അപ്പം ഒരു പ്രവർത്തനം ഇതായിരിക്കാം: കഥ വികസിപ്പിക്കുക. ഇതുപോലെ പൂവും കിളിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു കഥ. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു സംഭാഷണം തയ്യാറാക്കിയാലോ. അതായത് ആദ്യം വിരിഞ്ഞു നിൽക്കുന്ന പൂവിൻ്റെ അരികിലേക്ക് എത്തുന്ന പക്ഷി, ആ പക്ഷിയും പൂവും തമ്മിൽ നടന്ന ഒരു സംഭാഷണം. അത് നമ്മുടെ സർഗാത്മക കഴിവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊരു ചോദ്യവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൂവ് സ്വയം ഞാൻ ഭാഗ്യവതിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത് എന്നൊരു ചെറിയ ചോദ്യം ചോദിക്കാം. അതായത് തനിക്കുള്ള ഗുണങ്ങൾ അതാണ്: എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്, സൂര്യൻ്റെ പ്രകാശം എൻ്റെ മേൽ നിർലോഭം പതിക്കുന്നുണ്ട്, കാറ്റ് എനിക്ക് ഉമ്മ തരുന്നുണ്ട്. അതായത് കാറ്റ് അടിക്കുമ്പോൾ ചെടികളൊക്കെ തലയാട്ടി രസിക്കാറുണ്ട് അല്ലേ, അതിനാണ് കാറ്റ് എനിക്ക് ഉമ്മ തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. ഇതാണ് അവിടെ ആ പൂവ് തനിക്കുള്ള ഭാഗ്യം എന്താണെന്ന് പറയുന്ന ആ ഒരു ചോദ്യവും ഉത്തരവും. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കൊച്ചു ഡേസി ചെടിക്ക് ഉണ്ടായ ഒരു അനുഭവം, അതായത് അഭിമാനത്തോട് തലയുയർത്തി നിൽക്കാനുണ്ടായ ഒരു അനുഭവം എന്താണ് എന്ന ഒരു പ്രവർത്തനം വന്നാൽ അതെങ്ങനെയായിരിക്കും? അതായത് ഒരുപാട് തലയുയർത്തി നിൽക്കുന്ന നല്ല സുഗന്ധവും നല്ല നിറവുമുള്ള ധാരാളം പൂക്കൾ നിറഞ്ഞ ഒരു തോട്ടമായിരുന്നു അത്. അവിടെ വേലിക്കരികിലായി ഒരു കൊച്ചു ചെടിയായി നമ്മുടെ ഡേസി ചെടി കാണപ്പെട്ടിരുന്നു, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ. എന്നാൽ അങ്ങനെ നാണിച്ച് തലകുനിച്ച് നിൽക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ താനൊന്നുമല്ലല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ആകാശത്തുനിന്നൂടെ പറന്നു വന്ന ഒരു വാനമ്പാടി സന്തോഷസൂചകമായി ശബ്ദിച്ചുകൊണ്ട് ഡേസി ചെടിയുടെ കരികിലേക്ക് എത്തുകയും ആ ഡേസി ചെടി നിൽക്കുന്ന പുല്ലിൻ്റെ ഭാഗത്തേക്ക് എത്തുകയും പാട്ട് പാടിക്കൊണ്ട് നൃത്തം ചെയ്യുകയൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ പറയുന്നത്, എന്ത് മാർദ്ദവുമില്ല പുല്ല്, സ്വർണ്ണ ഹൃദയം, വെള്ളി ഉടുപ്പുള്ള എത്ര മനോഹരമായ കൊച്ചു പൂവാണ് ഈ ഡേസി ചെടി എന്നൊക്കെ ഈ പക്ഷി പറയുന്നതായിട്ടാണ് കഥയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ മറ്റുള്ള ചെടികൾ എന്ത് ചെയ്തു? അസൂയയോടെ ഡേസി ചെടിയെ നോക്കി. ഇതാണ് ഡേസി ചെടിക്ക് അഭിമാനകരമായ ഒരു സന്ദർഭം. പിന്നെ മറ്റൊരു ചോദ്യം ഇവിടെ എന്താണെന്ന് നോക്കിയാൽ, അതായത് എല്ലാ സന്തോഷങ്ങളും ഒരുപാട് നാൾ നിലനിൽക്കില്ല എന്ന ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണം എന്താണ്? അല്ല, എന്തുകൊണ്ടാണ് ഡേസി ചെടി അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്നൊരു പ്രവർത്തനം വേണമെങ്കിൽ നമുക്കിവിടെ കണ്ടെത്താം. അതായത് പിന്നെ വാനമ്പാടി തൻ്റെ അരികിലേക്ക് വന്നതും തനിക്ക് ചുറ്റും നൃത്തം ചെയ്തതൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സൂര്യൻ്റെ അസ്തമനത്തിൽ സന്തോഷത്തോടുകൂടി ഉറങ്ങാൻ കിടന്ന ഡേസി ചെടിക്ക് പിറ്റേ ദിവസം എന്താണ് അനുഭവം ഉണ്ടായത്? എന്താണ്? പക്ഷിയുടെ ചിലക്കൽ കേട്ടാണ് ഡേസി ചെടി നോക്കിയപ്പോൾ അതിനെ ഒരു കൂട്ടിലടച്ചിരിക്കുന്നല്ലേ. ആ ഒരു സംഭവം ഡേസി ചെടിയെ വല്ലാതെ വിഷമത്തിലാക്കി. പച്ച വയലിലെ ധാന്യമണികളെക്കുറിച്ചും തൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും ഒക്കെ ആ പക്ഷി വിലപിക്കുന്ന കേട്ടപ്പോൾ ഡേസി ചെടിക്ക് വളരെ സങ്കടമായി അല്ലേ. പറന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന പക്ഷികളെ കൂട്ടിലാക്കിയാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഡേസി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു, തൻ്റെ സന്തോഷവും എല്ലാം മറന്നു, സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും ഒക്കെ മറന്നു.
തനിക്കുണ്ടായ അഭിമാനകരമായ ആ നിമിഷങ്ങളൊക്കെ മറന്നു. പിന്നെന്താണ്? തടവിലാക്കപ്പെട്ട ആ പക്ഷിയെക്കുറിച്ച് മാത്രമാണ് ഡെയ്സി ചെടി പിന്നീട് ചിന്തിച്ചത്. അതിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? തനിക്കതിന് കഴിയില്ലല്ലോ എന്ന ദുഃഖം. എന്നാൽ അല്പനിമിഷം മുമ്പ് വരെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങിയ ഡെയ്സി ചെടിക്ക് പെട്ടെന്ന് തന്നെ തൻ്റെ ആ എന്താ പറയുക, അവസ്ഥ മാറ്റേണ്ടതായിട്ട് വന്നു. അതായത് നൈമിഷിക സുഖങ്ങളൊക്കെ നൈമിഷികമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുന്ന ഒരു സംഭവം, ഒരു ചോദ്യം. ആ ചോദ്യം, അതിനുത്തരം കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളുടെ തയ്യാറെടുപ്പുള്ള വീഡിയോയുമായി ഉടനെ എത്താം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണേ. താങ്ക് യു.